Hi students. ഇന്ന് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ജസ്റ്റ് ഒരു റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയാലോ? എല്ലാം ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്ക് കുറച്ച് ടോപ്പിക്സുകൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ജസ്റ്റ് ഒരു റിവിഷൻ. ഫസ്റ്റ് വൺ is set. അല്ലേ? Set is a okay, well defined as well as the collection of things or objects. അല്ലേ? അതെന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. എന്നെ ഒന്നുകൂടെ ജസ്റ്റ് ചുമ്മാ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണേ. സെറ്റ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ ഈസ് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്. റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് ഈസ് ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് റോസ്റ്റർ ഫോം ആൻഡ് സെക്കൻഡ് വൺ ഈസ് റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. ഈ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ സെറ്റിന്റെ സിമ്പിൾ ഇട്ട് കോമ ഇട്ട് റെപ്രസെന്റ് ചെയ്താൽ അത് സെറ്റ് ബിൽഡർ ഫോമായി, റോസ്റ്റർ ഫോമായി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയണേ, കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പർ ഒരു പേര് കൊടുത്താൽ A is equal to 1 2 3 etc. ശരിയല്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം. ഇനി നമുക്ക് ഇത് എഴുതിയപ്പോൾ മനസ്സിലായി ഇത് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്താൽ, അല്ലെ അതൊരു സെന്റൻസ് ചേർത്ത് എഴുതിയാൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഇപ്പൊ എ എന്ന് എഴുതുവാണെങ്കിൽ A is equal to the set of all x such that x is an collection of natural numbers. Collection of natural numbers. Okay, ഇല്ലെങ്കിൽ സ്മോൾ ലെറ്റർ n belongs to capital N. capital N നാച്ചുറൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമുക്കറിയാം. അങ്ങനെ എഴുതിയാലും മതി, ഷോർട്ട് ആക്കി നമ്മൾ സിമ്പിൾ ആക്കി എഴുതിയാലും മതി, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. സ്റ്റാർട്ടിംഗ് റീഡ് ചെയ്യുന്ന ഓർത്തിരിക്കണം, the set of all x such that x. ബാക്കി നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, x is a natural number അല്ലെ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്തങ്ങ് പോകാം. അപ്പോൾ നമ്മൾ ടു ടൈപ്സ് പഠിച്ചു, റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. ഇനി നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്. ഫസ്റ്റ് വൺ എം ടി സെറ്റ്. എം ടി എന്നുള്ള വേർഡ് ഒന്നുമില്ല അല്ലേ. നൾ സെറ്റ്, 5 എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒരു സെറ്റിനകത്ത് ഒന്നുമില്ലാതെ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാം, 5 അല്ലെങ്കിൽ നൾ സെറ്റ്. സെക്കൻഡ് വൺ ഈസ് ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് മീൻ കൗണ്ടബിൾ, എണ്ണി എടുക്കാവുന്നത്. ഇനി ഇൻഫിനിറ്റ് സെറ്റ്. നമുക്ക് ഇൻഫിനിറ്റ് ഉള്ള വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആണ്, നമുക്കൊരു സാധ്യത ലാസ്റ്റ് എന്താ നമുക്ക് അറിയത്തില്ലാത്ത അല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സെറ്റുകളെ എല്ലാം നമ്മൾ പറയുന്ന പേരാണ് എന്താ, ഇൻഫിനിറ്റ് സെറ്റ്. നെക്സ്റ്റ് വൺ ഈസ് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾ, ഓൺലി വൺ എലമെന്റ്. ഒരു സെറ്റിൽ ഒരു എലമെന്റേ ഉള്ളെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, ഈക്വൽ സെറ്റ്. ഈക്വൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആണ്, വേർഡ് ക്ലിയർ ആണ്, രണ്ട് സെറ്റുകൾ ഒരുപോലെ ഇരിക്കണം. ദാറ്റ് മീൻസ് അതിനകത്തുള്ള എലമെന്റ്സുകളെല്ലാം സെയിം ആണ് എങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ഈക്വൽ സെറ്റ്. ഈക്വലന്റ് കൂടെ ഉണ്ട്. ഈക്വലന്റ് മീൻസ് സെറ്റ് ഈക്വൽ എന്നുള്ളതിന്റെ മീനിങ് നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആയാൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഈക്വലന്റ് സെറ്റ്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നേ, ഒന്നുകൂടെ നിങ്ങൾ നോക്കി പോയാൽ മതി. ഇനി നമ്മൾ പഠിച്ചതായിരുന്നു സബ്സെറ്റ്, പവർ സെറ്റ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സബ്സെറ്റ് ആൻഡ് പവർ സെറ്റ്. സബ്സെറ്റ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എക്സാമ്പിൾ പറയണേ, ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ A is equal to സെറ്റ് 1 2. ഇത് എഴുതാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു, 2 raised to n. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണേ, ജസ്റ്റ് റിവിഷൻ പോലെ. ടോപ്പിക് ഒന്ന് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ പഴയ വീഡിയോ ഒന്നുകൂടെ ഒന്ന് എടുത്ത് കാണുക. അപ്പൊ 2 raised to n എന്ന് പറഞ്ഞാൽ n എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഇതിനകത്ത് എലമെന്റ്സിന്റെ എണ്ണം. അപ്പൊ 2 raised to n എന്ന് വെച്ചാൽ 2 raised to 2 is equal to 4. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാക്കാവുന്ന സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 4 ആണ്. 4 സബ്സെറ്റുകൾ നമുക്ക് ഈ സെറ്റിന്റെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റിന്റെ സബായിട്ട് നമുക്ക് എഴുതി പോകാവുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഒരു എലമെന്റ് വെച്ച് എഴുതാം. അപ്പൊ നമുക്ക് എത്ര എണ്ണം കിട്ടി? 1 2 എന്നുള്ള സെറ്റ് കിട്ടി. 2 എണ്ണം വെച്ച്, ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ. പിന്നെ എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ് 5ഉം ക്വസ്റ്റ്യനും. 5 ശരി, ആ സെറ്റും 5ഉം എല്ലാത്തിന്റെയും സബ്സെറ്റ്സ് ആണ്. അപ്പൊ ഇത് രണ്ടെണ്ണം നമുക്ക് ഓൾറെഡി ഉണ്ട്, ഈ രണ്ടെണ്ണം നമ്മൾ എഴുതി. ക്ലിയർ അല്ലേ? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്സെറ്റ്. ഇതിന് കോമൺ ആയിട്ട് ഒരു സെറ്റിന്റെ സിമ്പലും കൂടി പുറമേ ഇട്ടാൽ നമ്മൾ അതിനെ പറയും പവർ സെറ്റ്.
ഒരുമാതിരിപ്പെട്ട എല്ലാ ഇയറിലും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പവർ സെറ്റ്. റൈറ്റ് ഓൺ ദ പവർ സെറ്റ്. സബ്സെറ്റിനേക്കാൾ കൂടുതൽ ചോദിക്കുന്നത് പവർ സെറ്റ് എഴുതാനായിട്ടാണ്. അപ്പോൾ വ്യത്യാസം ഇത്രേ ഉള്ളൂ. സബ്സെറ്റ് തന്നെ നമ്മൾ എഴുതുക, അതിന് കോമൺ ആയിട്ട് ഒരു സെറ്റിന്റെ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷനോട് കൊടുത്താൽ അത് എന്തായി? പവർ സെറ്റ് ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമ്മൾ പഠിച്ചതാണ് ഡിഫറൻസ് ഓഫ് എ സെറ്റ്. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് സബ്ട്രാക്ട് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്യുക മീൻസ് എന്നാ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ സെറ്റിൽ നിന്ന് എലമെന്റ്സ് അങ്ങ് കുറയുന്നു. ഇത്രയും വ്യത്യാസമേ ഉള്ളേ. അപ്പൊ നമ്മൾ ഡിഫറൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ. എ മൈനസ് ബി മീൻസ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള കളക്ഷൻസ് അല്ലെങ്കിൽ എലമെന്റ്സുകളെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് എയിൽ മിച്ചം എന്തൊക്കെയുണ്ടോ അത് എഴുതുന്നതാണ് എന്ത്? ഡിഫറൻസ് ഓഫ് എ സെറ്റ്. ബി മൈനസ് എ ആണെങ്കിലോ ബിയിലും എയിലും കോമൺ ഉള്ള എഴുതിയിട്ട് ബാക്കി ബിയിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതാണ് ബി മൈനസ് എ. ഞാൻ പ്രോബ്ലത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം ചെയ്തു പോകാം. ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചതാണ് വെൻ ഡയഗ്രം. സെറ്റിനെ അല്ലെങ്കിൽ സെറ്റിൽ പറയുന്ന റൂൾസിനെ നമ്മൾ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് വെൻ ഡയഗ്രാം. പിന്നെ ഞാൻ ഒരു പോയിന്റോട് ഒന്ന് ഓർമ്മിപ്പിക്കുവാണേ. കുറച്ച് പേര് എന്നോട് വാട്സപ്പിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു, ഡബ്ല്യു എന്ന് വെച്ചാൽ എന്താണ്? ഡബ്ല്യു എന്ന് വെച്ചാൽ എന്താണ്? ഹോൾ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന. ക്ലിയർ? നാച്ചുറൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എൻ, ഇൻഡിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇസഡ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പഴയൊന്ന് ഓർത്തോണം. ഞാൻ ഇടയ്ക്ക് ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞു. ഓക്കെ, പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന അല്ലേ? ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു, നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റെക്ടാങ്കിൾ സിംബോളിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിവേഴ്സൽ സെറ്റിനെ. അപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റും ബി എന്ന് പറയുന്ന ഒരു സെറ്റും കൂടി നമ്മൾ എടുത്താൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സിന്റെയും കൂടി കളക്ഷൻ. അപ്പൊ എയും ബിയും കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്താൽ അത് എ യൂണിയൻ ബി ആയി. എ ഇന്റർസെക്ഷൻ ബി മീൻസ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള. ദാറ്റ് മീൻസ് ഈ രണ്ട് സെറ്റിലൂടെ കോമൺ പോർഷൻ ഏതാണ്? ഇവിടെ. അപ്പൊ ഇവിടെ മാത്രം ഷെയ്ഡ് ചെയ്താൽ എന്ത് കിട്ടി? എ ഇന്റർസെക്ഷൻ ബി. ഇനി ഡിസ്ജോയിന്റ് സെറ്റ് എന്നാണെങ്കിലോ ഡിസ്ജോയിന്റ് സെറ്റ്. തമ്മിൽ കോമൺ പോയിന്റേ ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ പിക്ചർ വരയ്ക്കണ്ട. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റ് സെപ്പറേറ്റ് അങ്ങ് വരച്ചാൽ മതി. അപ്പൊ അതിന് തമ്മിൽ കോമൺ പോർഷൻ ഒന്നും ഇല്ല. ദാറ്റ് മീൻസ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5. നൾ സെറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സെറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്. അപ്പൊ വെൻ ഡയഗ്രാം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പിക്ചോറിക്കലി ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്നു മാത്രം. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആവും. ഇനി എ കോംപ്ലിമെന്റ് എന്നുള്ള വേർഡ് നമ്മൾ പഠിച്ചല്ലേ. കോംപ്ലിമെന്റ് മീൻസ് യൂണിവേഴ്സ് സെറ്റിൽ നിന്ന് ആ സെറ്റ് സബ്ട്രാക്ട് ചെയ്യുക. എ കോംപ്ലിമെന്റ് മീൻസ് യൂണിവേഴ്സ് സെറ്റ് മൈനസ് എ. ബി കോംപ്ലിമെന്റ് മീൻസ് യൂണിവേഴ്സ് സെറ്റ് മൈനസ് ബി. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് മീൻസ്. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. യൂണിവേഴ്സ് സെറ്റിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി സബ്ട്രാക്ട് ചെയ്യുക, മിച്ചമുള്ളത് എഴുതുക. ഇവിടെ ഡിഫറൻസ് എന്നുള്ള പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്, ബട്ട് യൂണിവേഴ്സ് സെറ്റിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, യൂണിവേഴ്സ് സെറ്റ് നമുക്ക് തരും. ആ സെറ്റിൽ നിന്ന് നമുക്ക് പറയുന്ന ആ റൂളിലെ ആ സെറ്റ് എന്താണെങ്കിൽ ആ സെറ്റ് സബ്ട്രാക്ട് ചെയ്യുക, മിച്ചം യൂണിവേഴ്സ് സെറ്റിൽ എന്തൊക്കെ ഉണ്ടോ അത് എഴുതുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വണ് നമ്മൾ ഒരു ലോ പഠിച്ചായിരുന്നു. നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, ഇതിനോടനുബന്ധിച്ച് സബ്ട്രാക്ഷനൊക്കെ കുറച്ച് ലോസുകൾ നമ്മൾ പഠിച്ചായിരുന്നു, ഇമ്പോർട്ടൻറ്റ് ലോസുകൾ. അപ്പോൾ അത് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് കിടപ്പുണ്ട്, അതൊന്ന് നോക്കി വെച്ചോണേ. മൈനസ്, അഡീഷണൽ, സബ്ട്രാക്ഷൻ. പിന്നെ ഈ വേർഡ് പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എ ബി എന്നുള്ളതിന് പകരം ഇപ്പോൾ കോഫി ആൻഡ് ടീ ആണെങ്കിൽ സി ആൻഡ് ടി എന്ന് വേണേൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ടെന്നീസ് ആൻഡ് ക്രിക്കറ്റ് ആണെങ്കിലോ ടി ആൻഡ് സി എന്ന് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ പറയുന്ന ആ റൂളിലെ ആ എ ആൻഡ് ബി തന്നെയാണ് ഈ ലെറ്റേഴ്സ് എന്ന് മനസ്സിലൊന്ന് വിചാരിച്ചോണം. ഇനി ബോത്ത് രണ്ടിലും കൂടി ഉള്ളത് ആ മീനിങ് ആണ് വരുന്നെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും ഇന്റർസെക്ഷൻ ആയിരിക്കും. ഇനി നമ്മൾ യൂണിയൻ എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്? ടോട്ടൽ, എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ ഹൗ മെനി പീപ്പിൾസ് അല്ലെങ്കിൽ ടോട്ടൽ
കോഫിയും ടീയും കൂടി കഴിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ എന്നുള്ള ഒരു മീനിങ് വരുന്നതിനെല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? യൂണിയനാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ബോത്ത് എന്ന് വരുമ്പോൾ ഇൻ്റർസെക്ഷൻ, ടോട്ടൽ എന്ന് വരുമ്പോൾ യൂണിയൻ. ഇനി നൈദർ നോ അത് നിങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? സബ്ട്രാക്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷോർട്ടായിട്ട് ഈ ചാപ്റ്റർ ഓടിച്ചു വിട്ട പേര് മാത്രം ഒന്ന് പറഞ്ഞു പോയേ. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്കൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് പോയാലോ? ഒരു 3-4 വർഷത്തെ നമുക്ക് ചുമ്മാ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാവേ. ഓക്കെ, റൈറ്റ് ഓൺ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ 2009 മാർച്ചിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. Let universal set is equal to set 1, 2, 3, 4, 5, 6, 7, 8. Universal set is equal to set 1, 2, 3, 4, 5, 6, 7, 8. Okay. Then set A is equal to set 2, 4, 6, 8. Capital A is equal to 2, 4, 6, 8. Then capital B is equal to set 2, 4, 6, 8. 2, 4, 8. 3 elements ഉള്ള 2, 4, 8. ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെല്ലാം നമ്മൾ ചെയ്തു പോയത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ മാത്രം നമ്മൾ ചെയ്തു പോയി. ഇത് നമ്മൾ സബ് ക്വസ്റ്റ്യൻസ് തരുന്നത് ഒന്ന് പാറ്റേൺ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പം അതിൽ തന്നെ നമ്മളൊന്ന് എഴുതി പഠിക്കണം. ഫൈൻഡ് എ കോംപ്ലിമെന്റ്. First question, A complement and B complement. Second one, A union B the all complement. Then the third one, verified. Very important ആണ്. ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. അത് എല്ലാ വർഷവും നമുക്ക് ചോദിക്കുന്നതാണ്. A union B the all complement equal to A complement intersection B complement. നമുക്ക് ഇവിടെ ചെയ്തു പോകാം. സിമ്പിളായിട്ട് നമുക്കൊന്ന് ചെയ്തു പോകാവേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിക്കണം. നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് മീൻസ് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ. അപ്പോൾ നമുക്ക് എ കോംപ്ലിമെന്റ് ആദ്യം എഴുതാം. എ കോംപ്ലിമെന്റ് ഈക്വൽ ടു, നിങ്ങളിങ്ങനെ കൂട്ടി എഴുതരുത്, താഴെ തന്നെ ചെയ്ത് പഠിക്കണം. ഞാൻ ബോർഡിൽ നിങ്ങൾക്ക് ടൈം ലാഭിക്കാൻ വേണ്ടി പെട്ടെന്ന് എഴുതി പോകുന്നു. എ കോംപ്ലിമെന്റ് ഈസ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് യൂണിവേഴ്സ് രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പറുകൾ കളയുക, മിച്ചമുള്ള യൂണിവേഴ്സിറ്റിയിലെ എലമെന്റ്സുകൾ എഴുതുക. അപ്പൊ നമുക്ക് നോക്കി എഴുതി പോകാം. 1 കോമൺ അല്ല, 2 കോമൺ വേണ്ട, 3 കോമൺ അല്ല, അതുകൊണ്ട് നമ്മൾ 3 എഴുതി. 4 കോമൺ ആണ്, വേണ്ട. 5 കോമൺ അല്ല, 6 കോമൺ ആണ്, വേണ്ട. 7. അപ്പൊ നമ്മുടെ എ കോംപ്ലിമെന്റ് നമുക്ക് ആൻസർ കിട്ടി. The next one is B complement. ഞാൻ ഇങ്ങോട്ട് എഴുതിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചു എഴുതണേ. ഓക്കെ, ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ക്യാൻസൽ, മിച്ചമുള്ള യൂണിവേഴ്സിറ്റിയിലെ എലമെന്റ്സുകൾ. അപ്പൊ 2ഉം 4ഉം 8ഉം കളഞ്ഞിട്ട് ബാക്കി മിച്ചമുള്ളത്. അപ്പൊ എന്തൊക്കെ വരാം? 1, 3, 5, 6, 7. ശരിയല്ലേ? 1, 3, 5, 6, 7. നമുക്ക് എ കോംപ്ലിമെന്റും കിട്ടി, ബി കോംപ്ലിമെന്റും കിട്ടി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തീർന്നു. സെക്കൻഡ് വൺ, എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ്. അപ്പൊ നമ്മൾ ആദ്യം ഏത് കണ്ടുപിടിക്കണം? എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്ന് എഴുതുവാണ് എളുപ്പത്തിന്. അപ്പൊ എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താണ്? എയും ബിയും കൂടെ ഒരുമിച്ച് ഒരു സെറ്റ് ആക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2, 4, 6, 8. ശരിയല്ലേ? 2, 4, 6, 8. ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായേ, ഇത് ഈ എ യൂണിയൻ ബിയും ഇതിലുള്ള ഒരു സെറ്റുമായിട്ട് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. എന്താണ്? എ തന്നെയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കാരണം രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയപ്പോൾ റിപ്പീറ്റഡ് എലമെന്റ്സ് എഴുതണ്ട. അപ്പൊ 2, 4, 8 ഓൾറെഡി ബിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞു പോയെന്ന് മാത്രം. ഇനി എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോഴോ, എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2ഉം 4ഉം 6ഉം 8ഉം കളഞ്ഞാൽ മിച്ചം എന്നാ ഉണ്ടെന്ന് എഴുതുക. 2ഉം 4ഉം 6ഉം 8ഉം. അപ്പൊ മിച്ചം എന്നാ കിട്ടി? 1, 3, 5, 7 എന്ന് കിട്ടി.
ശരിയല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് തന്നെ കിട്ടി? എ കോംപ്ലിമെന്റ് തന്നെ കിട്ടി. ഇനി ഇത് അവിടെ നിൽക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനും നമ്മുടെ തീർന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി, സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതി. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, സ്റ്റെപ്പ് നന്നായിട്ട് യൂസ് ചെയ്യുക, സ്റ്റെപ്പ് നന്നായിട്ട് എഴുതുക. ഇനി വെരിഫൈ LHS ഈക്വൽ ടു എ യൂണിയൻ ബി ദ ഓൾ കോംപ്ലിമെന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എഴുതുക 1 3 5 7. അപ്പൊ LHS തീർന്നു. ഇനി LHS ഈക്വൽ ടു ദെൻ RHS നമ്മൾ ചെയ്യാൻ പോവുകയാണേ. RHS ഇത്രയേ ഉള്ളൂ. എ കോംപ്ലിമെന്റും കണ്ടുപിടിക്കുക, ബി കോംപ്ലിമെന്റും കണ്ടുപിടിച്ചു. നമ്മൾ ഓൾറെഡി അവിടെ കണ്ടുപിടിച്ച് ഫസ്റ്റ് ക്വസ്റ്റിനെ വെച്ചു. അതിൽ രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ള കാര്യം ഒന്ന് എടുത്തെഴുതുക. അതായത് എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ളത്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്ത് കിട്ടും? എയിലും ബിയിലും കോമൺ 1 കോമൺ ആണ്, 3 കോമൺ ആണ്, 5 കോമൺ ആണ്, 7 കോമൺ ആണ്. ശരിയല്ലേ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് കണ്ടുപിടിക്കാനല്ല, വെരിഫൈ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഈക്വൽ ആണോ? LHS equal to RHS ആണ്. Therefore, it's verified. That means A union B the whole complement equal to A complement intersection B complement. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം അത് പറഞ്ഞിരിക്കുന്ന കണക്കിനനുസരിച്ചാണെങ്കിൽ 5 മാർക്സ് നിങ്ങൾക്ക് കിട്ടി. എക്സാമിന് 5 മാർക്സ് കിട്ടി. 80 മാർക്കിലാണ് 5. ആ പാറ്റേണിലാണ് ചിലപ്പോൾ ഇച്ചിരി മാർക്കൊക്കെ വ്യത്യാസം വരാം. ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഇയറിലെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ദ നെക്സ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ എഴുതിക്കോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2016 മാർച്ചിലെ എഴുതിക്കും. If A is a subset of the set B, one more, if capital A is a subset of the set B, then A intersection B equal to dash. Fill in the blanks. A intersection B is equal to dash. Okay, the second question. Represent the above set A intersection B by Venn diagram. Represent the above set A intersection B by Venn diagram. Okay, the third one. In a school, comma, there are 20 teachers who teach mathematics or physics. Of these 12 teach mathematics. 12 teach mathematics, comma, 12 teach physics. 12 teach physics. How many teach both the subjects? How many teach both the subjects? എല്ലാം ഓർമ്മ വേണേ. ബോത്ത് വരുമ്പോൾ എന്താണ്, ഓറ് വരുമ്പം എന്താണ്, ടോട്ടൽ എന്നുള്ള മീനിങ് വരുമ്പോൾ എന്താണ്, ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. If A is a subset of the set B, then A is a subset. A is a subset of B. ഞാൻ ചുമ്മാ അങ്ങ് വരയ്ക്കുവാണേ. അപ്പം ഈ A എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണ് എങ്കിൽ A ഇന്റർസെക്ഷൻ ബി. അപ്പൊ A ഇന്റർസെക്ഷൻ ബി എന്ത് വരാൻ സാധ്യത? A ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും വരുന്നത്? അപ്പോൾ അതെ, എയിലും ബിയിലുള്ള കോമൺ പോർഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? A തന്നെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞു. A ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു A. നമ്മൾ അങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചിന്തിക്കണേ. ചുമ്മാ ഒരു ആൻസർ അങ്ങ് എഴുതി വെക്കരുത്. 5 എന്നൊക്കെ ചിലർ എഴുതി വെക്കും. അപ്പൊ എഴുതരുത്, നമ്മൾ ശ്രദ്ധിച്ച് നന്നായിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ദ സെക്കൻഡ് വൺ. Represent the above set A intersection B by Venn diagram. വെൻ ഡയഗ്രത്തിൽ ഞാനിപ്പോ ഓൾറെഡി കുറച്ച് പോർഷൻ നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. ഇതിന് എന്തോടെ കൊടുത്താൽ മതിയേ? ഒരു യൂണിവേഴ്സൽ സെറ്റ് കൂടി കൊടുത്താൽ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ശരിയല്ലേ? A subset B.
നമ്മൾ വരച്ചു കഴിഞ്ഞു. യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ വരച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ഓക്കെ. ക്ലിയർ ആയല്ലോ അല്ലെ? The second question, the third one. In a school there are 20 teachers who teach mathematics. അപ്പൊ മാത്തമാറ്റിക്സിനെ നമുക്ക് എം എന്നും ഫിസിക്സിനെ പി എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്താല് നമ്പർ ഓഫ് ഏതാണ് വരുന്നത്? നമ്പർ ഓഫ് എം യൂണിയൻ പി. ശരിയല്ലേ? There are 20 teachers who teach mathematics or physics. Or വരുമ്പോ എപ്പോഴും യൂണിയൻ ആണ്. അപ്പൊ M union P is equal to 20. M union mathematics or physics is equal to 20. Okay. Then 12 teach mathematics. Therefore, number of M is equal to 12. Again, 12 teach physics. Number of P is equal to 12. Number of P is equal to 12. Then how many teach both the subject? അതായത് രണ്ടും കൂടി both ആയിട്ടുള്ള ടോപ്പിക് both ആയിട്ട് രണ്ടും കൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് എം ഇന്റർസെക്ഷൻ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ വൺ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി. മാത്സും ഫിസിക്സും കൂടെ ഓർ ടോട്ടൽ 20. Then number of m 12, number of p number of m intersection p total രണ്ടിലൂടെ both അല്ലെ കോമൺ ആയിട്ടുള്ള എത്ര പേര് പഠിപ്പിക്കുന്നു? നമ്മൾ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നമ്പർ ഓഫ് m intersection p is equal to number of m plus number of p minus number of m union p. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 12 plus 12 minus 20. 24 minus 20 is equal to 4. Therefore, number of M intersection B, both maths and physics. Teach both maths and physics. How many? 4. Okay? Okay, it's clear. Okay, write on the next question. Next question. 2012 ചോദിച്ചതാണ്. 2012 എഴുതിക്കോ ക്വസ്റ്റ്യൻ. Let A is equal to the set of folic such that x is an integer 1/2 less than x less than 7/2. 1/2 less than x less than 7/2. 1/2 less than x less than 7/2. Set symbol close ചെയ്യുക. ഇനി then b is equal to set 2 3 4. Set 2 3 4. b is equal to set 2 3 4. Write on the sub questions like നമ്മൾ പോവാണേ. First question, write A in roster form. Then B, second one, find the power set of A union B. Write on the power set of A union B. Question നന്നായിട്ട് ശ്രദ്ധിക്കണേ. Then the third one, verify that A minus B union A intersection B. A minus B union A intersection B is equal to A. Is equal to A എന്ന് പറയുന്ന സെറ്റ് എന്നാണ് ആൻസറിലേക്ക് പോവേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, the first one എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? Write A in roster form. A യുടെ roster form എഴുതാണ്. A എന്ന് പറയുന്ന സെറ്റ് the set of folic such that x is an integer. Integers എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും വരാം, പോസിറ്റീവ് നമ്പറും വരാം, സീറോയും വരാം. പക്ഷെ ഇവിടെ നമുക്ക് നെഗറ്റീവ് നമ്പറിന് സീറോയുടെയും പ്രശ്നമൊന്നും വരുന്നില്ല. 1/2 means 0.5 less than x less than 7/2. 7/2 means 3.5. അപ്പൊ 0.5നും 3.5നും ഇടയ്ക്കുള്ള ഇന്റിജേഴ്സിന്റെ കളക്ഷൻ. അപ്പൊ 0.5 കഴിഞ്ഞ് വരുന്നത് 1 2 3. ഓക്കെ,
1 2 3 the set 1 2 3. അപ്പൊ A ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ write down find the power set of A union B. അപ്പൊ നമ്മൾ ആദ്യം ഏത് കണ്ടുപിടിക്കണം? A union B കണ്ടുപിടിക്കണം. A union B means Aയും Bയും കൂടി ഒരുമിച്ച് കളക്ഷൻസ്. എയുടെ സെറ്റ് നമുക്ക് കിട്ടി, ബിയുടെ സെറ്റും കിട്ടി. 1 2 3 4. ഓക്കെ അല്ലേ? എ യൂണിയൻ ബി നമ്മൾ എഴുതി. ഈ സെറ്റിന്റെയാണ് എന്ത് എഴുതേണ്ടത്? പവർ സെറ്റ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ്. therefore 2 raised to n ആണ് നമ്മുടെ സബ്സെറ്റ്. അതിന്റെ സിമ്പിൾ ഒന്ന് മാറ്റിയാൽ മതി. അപ്പം 2 raised to 4 is equal to 16. 16 എണ്ണം 16 സബ്സെറ്റ്സുകൾ നമുക്ക് ഈ സെറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ എഴുതിക്കോ. പവർ സെറ്റ് ചോദിച്ചേക്കാണ് സിംബോളിക്കലി ആദ്യം തന്നെ നമുക്ക് സെറ്റിന് ഒരു സിമ്പിൾ ഇട്ട് അങ്ങ് തുടങ്ങാം. ഇനി ഓരോന്ന് വെച്ച് എഴുതുക. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4 ഓരോന്ന് വെച്ചുള്ളത് നമ്മൾ എഴുതി. ഇനി നമുക്ക് 1 2 1 3 1 4. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് 1 2 1 2 1 3 1 4 1 2 1 3 1 4 മൂന്നെണ്ണം നമ്മൾ എഴുതി. ഇനി നമുക്ക് എഴുതാം 2 3 2 4. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 3 2 4. അടുത്ത നമുക്ക് എന്തെന്ന് എഴുതാം? സെറ്റ് 3 4. സെറ്റ് 3 4. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 2 എണ്ണം വെച്ചുള്ള സെറ്റുകൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് 3 എണ്ണം വെച്ചുള്ള സെറ്റുകൾ നമുക്ക് എഴുതണം. നമുക്ക് ഏതൊക്കെ എഴുതാം? സെറ്റ് 1 2 3 ആദ്യത്തെ ഡിജിറ്റുകൾ മാത്രം നമുക്ക് എഴുതാം. സെറ്റ് 1 2 3 എഴുതാം. ഇനി 1 ൽ നിന്ന് നമുക്ക് എഴുതാലോ? 2 നെ അങ്ങ് മാറ്റിയിട്ട് ബാക്കി എഴുതിയാലോ? സെറ്റ് 1 3 4 1 3 4. അടുത്ത് നമുക്ക് എഴുതാം സെറ്റ് 2 3 4 2 3 4 എഴുതി. 1 2 3 എഴുതി. 1 3 4 എഴുതി. ഇനി നമുക്ക് ഒരെണ്ണം കൂടി എഴുതാനുണ്ട്. 1 2 4 അല്ലേ? സെറ്റ് 1 2 4. അപ്പൊ നമ്മൾ 3 എണ്ണം ഉള്ളത് എഴുതി. ഇനി നമുക്ക് എഴുതേണ്ടത് ക്വസ്റ്റ്യനും 5 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി അതിന് മുമ്പ് നമ്മളൊന്ന് എണ്ണി നോക്കണം. 16 ആണ് നമുക്ക് കിട്ടേണ്ടത്. 14 ആയോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓൾറെഡി 14 ആയി. ഇനി നമുക്ക് ക്വസ്റ്റ്യനോട് ഒന്ന് എഴുതാം. 1 2 3 4 then null set 5. വീണ്ടും ഒരു സെറ്റിന്റെ സിമ്പിളോട് എഴുതണം. മറന്നു പോവരുത്, എങ്കിലേ പവർ സെറ്റ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ സബ് സെറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഇതൊന്ന് റബ് ചെയ്യാവേ. The last one, the third part, question third part, verify that A minus B union A intersection B is equal to A എന്ന് തന്നെ നമുക്ക് കിട്ടണം. ഓക്കെ, നമുക്ക് ചെയ്യാം. A minus B എന്ന് വെച്ച് കഴിഞ്ഞാല് A യിൽ നിന്ന് B സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്തൊക്കെയാ കോമൺ ആയിട്ടുള്ളത്? എല്ലാ എലമെന്റ്സും കളഞ്ഞിട്ട് മിച്ചം A യിൽ എന്തൊക്കെയുണ്ടോ അത് എഴുതണം. A യിൽ എന്തൊക്കെയുണ്ട്? 1 ഉണ്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? A മൈനസ് ബി, എയിൽ നിന്ന് B സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 2 രണ്ടിലും ഉണ്ട്, 3 രണ്ടിലും ഉണ്ട്. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് A ഇന്റർസെക്ഷൻ B. A ഇന്റർസെക്ഷൻ B LHS ആണ് നമ്മൾ ഈ ചെയ്തു പോകുന്നത്. A ഇന്റർസെക്ഷൻ B, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം. ശരിയല്ലേ? 2ഉം 3ഉം. ഇനി നമ്മുടെ LHS ചോദിച്ചേക്കുന്നത് A മൈനസ് ബി യൂണിയൻ A ഇന്റർസെക്ഷൻ B. ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു സെറ്റ് ഉണ്ടാക്കാണ്. അപ്പൊ എന്ത് വരും? സെറ്റ് 1 2 3 എന്ന് കിട്ടി. അപ്പൊ LHS നമുക്ക് എന്നാന്ന് തന്നെ കിട്ടി. LHS നമുക്ക് എന്നാന്ന് കിട്ടി? A എന്ന് തന്നെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് RHS. RHS എന്താണ്? A എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ് നമുക്ക് LHS പ്രൂവ് ചെയ്തപ്പോ കിട്ടി. Therefore, verify A minus B union A intersection B is equal to A. എഴുതിയാൽ ആൻസർ തീർന്നു. ഇറ്റ്സ് ക്ലിയർ? നിങ്ങൾക്ക് 5 മാർക്സ് അവിടെ കിട്ടി.
അപ്പൊ നമ്മൾ ഓർത്തിരിക്കണേ, ബ്രാക്കറ്റ് ഇടുന്ന കാര്യം ഒന്നും മറന്നു പോകരുത്, ചെക്ക് ചെയ്യുന്ന കാര്യവും വിട്ടുപോകരുത്. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ഇയറിലെ ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ അതൊന്ന് ചെയ്ത് പഠിച്ചാൽ മതി. നമ്മൾ എഴുതി പോയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇയർലി നമുക്കിങ്ങനെ ഒരുപാട് ടൈം നമുക്ക് എടുക്കും. ഓക്കെ, അപ്പൊ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ വീഡിയോസുകൾ പെട്ടെന്ന് കണ്ടു പോവാതെ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും അത് നിങ്ങൾ പോസ് ചെയ്ത് നിർത്തിയിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെക്ക് ചെയ്യണം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഏകദേശം ഒരു 3 വർഷത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ചെയ്യാൻ ഓർത്തു. ഒരുപാട് ടൈം നിങ്ങൾ മൊബൈലിന്റെ മുമ്പിൽ ഒരുപാട് ടൈം ഇരിക്കേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് ഞാൻ ഒന്ന് നോക്കട്ടെ, 1-2 ക്വസ്റ്റ്യൻ ഇയറിലെ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.